എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കപ്പയാണ് ഇന്നിവിടെ വറുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കപ്പ വറുത്തെടുത്തിട്ട് തേങ്ങയും കൊത്തിയെടുത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇന്നിതാ കുറച്ച് കപ്പ അതുപോലെ വറുത്ത് ഒരു തേങ്ങ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പ എന്ന് പറഞ്ഞാൽ നമ്മളിത് വേനൽക്കാലത്ത് കപ്പയുടെ ഒക്കെയുള്ള സീസണിൽ, ഇപ്പം എല്ലാ സീസണിലും കപ്പയുണ്ട് എങ്കിലും പണ്ടൊക്കെ വേനൽക്കാലത്താണ് ഇത് ഉണങ്ങി വെക്കുന്നത്. ഉണങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് കട്ടി കുറച്ച് ഏത് ഷേപ്പിൽ വേണേലും അരിഞ്ഞെടുക്കാം, പക്ഷെ കട്ടി കുറച്ച് വേണമെന്ന് മാത്രം. ഇതുപോലെ കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വാട്ടി ഉണങ്ങി വെക്കും വേനൽക്കാലത്ത്. എന്നിട്ട് മഴക്കാലമാകുമ്പോഴാണ് ഇതെടുത്ത് സാധാരണ എല്ലാവരും വറുത്ത് കഴിക്കാറുള്ളത്. അങ്ങനെ ഉണങ്ങി വെച്ച കപ്പയാണിത്. ഇനി ഇത് വറുക്കാനായിട്ട് എണ്ണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാം ഓയിലിലാണ് വറുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുക്കാം. കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ചെറിയ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരെണ്ണം എടുത്തൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ അറിയാതെ ഉണങ്ങിയെങ്കിൽ ആ സമയത്ത് ഇത് കോരി മാറ്റാം. കണ്ടോ, കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് ഒടിച്ച് ഞാൻ നോക്കിയപ്പോൾ അത് പാകത്തിനായി. അങ്ങനെ മൊത്തം ഇവിടെ ഞാൻ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇതിലേക്കിനി കുറച്ച് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. എണ്ണയ്ക്കകത്ത് ഉപ്പിട്ടല്ല ഇത് വറുത്തത്. ഇങ്ങനെ വറുത്ത് കോരിയതിന് ശേഷമാണ് ഉപ്പ് നീര് ഒഴിക്കുന്നത്. കാരണം ഇത് ഉണങ്ങി വെച്ച കപ്പയായതുകൊണ്ട് ഇതുപോലെ ഉപ്പ് നീര് ഒഴിച്ചു കൊടുത്താലാണ് അതിൽ പിടിക്കുകയുള്ളൂ. ഇതിനി എടുത്തൊന്ന് ഉപ്പ് നീര് ഒഴിച്ചിട്ട് ഒന്ന് കുടഞ്ഞെടുത്താൽ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിച്ചോളും. പണ്ട് കാർന്നോന്മാർ 4 മണിക്ക് കാപ്പിക്ക് കപ്പ വറുത്തത് ഇങ്ങനെ തേങ്ങാ കൊത്തും കട്ടൻ കാപ്പിയും കൂടെ കഴിക്കുക എന്നുള്ള ഒരു പ്രത്യേകതയായിരുന്നു. ഇന്നിപ്പോൾ ആരും ഇങ്ങനെ കപ്പ ഇങ്ങനെ ഉണങ്ങി വെക്കാറുമില്ല. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കുറച്ചിങ്ങനെ ഉണങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എടുത്ത് വറുത്തത്. കണ്ടു, ഇതിന് ശർക്കരപ്പാനി ഉണ്ടാക്കി അതിനകത്തിട്ട് ശർക്കര വരട്ടി പോലെ വേണേലും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കപ്പ വറുത്തത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. പുതുതായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.